ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൗരസമത്വവാദ പ്രക്ഷോഭം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം ഈ ഒരു പൗരസമത്വവാദ പ്രക്ഷോഭം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ഹിസ്റ്ററിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രക്ഷോഭം നടന്നത്, അതിന് പിന്നിലുള്ള ആവശ്യം എന്താണ്, പിന്നീട് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നേതാക്കൾ ആരൊക്കെയാണ്, അവർ രൂപീകരിച്ചുള്ള സംഘടനകൾ എന്തൊക്കെയാണ്, പിന്നീട് തിരുവിതാംകൂർ ഗവൺമെൻറ് ഈ ഒരു പൗരസമത്വവാദ പ്രക്ഷോഭത്തിനെതിരെയുള്ള അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു, പിന്നീട് അനന്തരഫലം എന്താണ്, പിന്നീട് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോട്ടുകൾ, പിന്നെ പിന്തുണച്ചിട്ടുള്ള പത്രങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പൗരസമത്വവാദ പ്രക്ഷോഭം എന്നുള്ള ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്. കൂടാതെ നമ്മൾ എക്സ്ട്രാ ഫാക്റ്റ് എന്ന രീതിയിൽ 2-3 പോയിന്റുകളും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പൗരസമത്വവാദ പ്രക്ഷോഭം നടന്നത് എന്ന് ചോദിച്ചാൽ, അതായത് പ്രധാന എയിം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, തിരുവിതാംകൂറിൽ എന്താണ് ജാതിഭേദമന്യേ എല്ലാ ജനങ്ങൾക്കും സമത്വം തുല്യത നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പണ്ടുള്ള കാലത്തെ തിരുവിതാംകൂർ നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ ജനങ്ങൾക്കിടയിൽ സമത്വവും തുല്യതയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ജാതിഭേദമന്യേ എന്താണ് ഈ എല്ലാ ജനങ്ങൾക്കും സമത്വം തുല്യത നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന എയിം എന്ന് പറയുന്നത്. പെർട്ടിക്കുലറായിട്ട് നമ്മൾ ഈ ഒരു പൗരസമത്വവാദത്തിൻ്റെ ആവശ്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, അന്ന് എന്താണ് തിരുവിതാംകൂറിൽ ലാൻഡ് റവന്യൂവിൽ എന്തായിരുന്നു ഈ അവർണറായിട്ടുള്ള ഹൈന്ദവർക്കും അതുപോലെ തന്നെ ക്രിസ്തു മതക്കാർക്കും മുസ്ലിം മതക്കാർക്കും എന്താണ് നിയമനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് മാറ്റിയിട്ട് എന്താണ് ഈ അവർണറായിട്ടുള്ള ഹൈന്ദവർക്കും ക്രിസ്തു മതക്കാർക്കും മുസ്ലിം മതക്കാർക്കും എന്താണ് നിയമനങ്ങൾ നൽകണം. എവിടെ നിയമനങ്ങൾ നൽകണം? തിരുവിതാംകൂറിൽ ലാൻഡ് റവന്യൂവിൽ, തിരുവിതാംകൂറിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഉൾപ്പെട്ടിട്ടുള്ള ലാൻഡ് റവന്യൂവിൽ ഇവർക്കും കൂടി എന്ത് നൽകണം? നിയമനങ്ങൾ നൽകണം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പൗരസമത്വവാദ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന ആവശ്യം. ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് വഴി എന്താണ് ജാതിഭേദമന്യേ എല്ലാ ജനങ്ങൾക്കും സമത്വവും തുല്യത നേടിക്കൊടുക്കുകയാണല്ലോ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ എയിം എന്ന രീതിയിൽ അത് പറയുന്നതും പിന്നീട് പ്രധാന ആവശ്യം എന്ന രീതിയിൽ നമ്മൾ ഈ ഒരു നിയമനത്തിൻ്റെ കാര്യവും പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ലാൻഡ് റവന്യൂവിൽ ഈ ഇത്തരത്തിലുള്ള ഈ ക്രിസ്തു മതക്കാർക്കും മുസ്ലിം മതക്കാർക്കും അവർണരായ ഹൈന്ദവർക്കും നിയമനം നൽകാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദേവസ്വം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്താണ് ലാൻഡ് റവന്യൂവിലാണ്. അപ്പം സ്വാഭാവികമായിട്ടും ദേവസ്വം എന്താണ് ഉയർന്ന ജാതിക്കാരുടേതാണല്ലേ. അപ്പം അവർക്ക് മാത്രം നിയമനം നൽകുന്ന ഒരു പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് മറ്റുള്ള മതക്കാർക്കൊന്നും നിയമനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വന്നു? പൗരസമത്വവാദ പ്രക്ഷോഭം വന്നു. ഈ പൗരസമത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംഘടന ചോദിക്കുകയാണെങ്കിൽ പൗരാവകാശ ലീഗാണ്. എന്താണ് ഇപ്പോൾ പറഞ്ഞത്? പൗരാവകാശ ലീഗ് എന്ന് പറയുന്നത് ഈ ഒരു പൗരസമത്വവാദ പ്രക്ഷോഭവുമായിട്ട് രൂപീകരിക്കപ്പെട്ട സംഘടനയാണ്. നമുക്ക് സിവിൽ റൈറ്റ് ലീഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് പറയാം. ഇത് രൂപീകരിച്ച വർഷം എന്ന് പറയുന്നത് 1919 ഈ ഒരു പൗരാവകാശ ലീഗ് രൂപീകരിച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ EJ ജോണും TK മാധവനാണ്. EJ ജോണും AJ ജോൺ എന്ന് പറഞ്ഞ 2 വ്യക്തികളാണുള്ളത്. നമുക്കിവിടെ വേണ്ടത് EJ ജോണാണ്. അപ്പം EJ ജോൺ TK മാധവനാണ് ഈ ഒരു പൗരാവകാശ ലീഗ് രൂപീകരിച്ചത്. പിന്നീട് നമ്മൾ ഈ ഒരു പൗരസമത്വവാദ പ്രക്ഷോഭത്തിൻ്റെ നേതാക്കളിലേക്ക് നോക്കുമ്പോൾ പുതിയൊരാളും കൂടി വരുന്നുണ്ട്. അതാണ് NV ജോസഫ്. EJ ജോൺ, TK മാധവൻ, NV ജോസഫ്. നമ്മൾ EJ ജോണിനെയും TK മാധവനെയും ഓൾറെഡി പരിചയപ്പെട്ടു. അതിൽ പ്രധാന നേതാക്കളായിട്ട് വരുന്ന മറ്റൊരാൾ കൂടിയാണ് NV ജോസഫ്. NV ജോസഫ് എന്ന് പറയുന്നത് ഈ ഒരു പൗരാവകാശ ലീഗ് രൂപീകരിക്കുന്നതിൽ ഇല്ല, മറിച്ച് നേതാക്കളിലാണ് ഇദ്ദേഹം വരുന്നത്. ഇനി ഈ ഒരു പൗരാവകാശ ലീഗ് എന്ത് ആക്ഷനാണ് എടുത്തതെന്ന് നോക്കുകയാണെങ്കിൽ, ഇവർ 1922 തങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എന്താണ് ചൂണ്ടിക്കാണിച്ചു കൊണ്ടിട്ട് തിരുവിതാംകൂർ ഗവൺമെൻറ്റിന് ഒരു നിവേദനം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിവേദനം തിരുവിതാംകൂർ ഗവൺമെൻറ്റിന് കിട്ടി. ഇനി നമ്മൾ അടുത്തതായിട്ട് തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ, തിരുവിതാംകൂർ ഗവൺമെൻറ് അനുകൂലമായിട്ടുള്ള തീരുമാനമാണ് എടുത്തത്. അതിന് വേണ്ടിയിട്ട് അവർ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലാൻഡ് റവന്യൂ വകുപ്പിൽ നിന്ന് എന്താണ് ദേവസ്വത്തിനെ വേർപെടുത്തി. അങ്ങനെ ദേവസ്വം വകുപ്പ്, റവന്യൂ വകുപ്പ് എന്ന് പറഞ്ഞ് വെവ്വേറെ ഡിവിഷനായിട്ട് മാറ്റി. അങ്ങനെയാകുമ്പോൾ പിന്നീട് എന്താണ് റവന്യൂ വകുപ്പിൽ നിയമനം നടത്താമല്ലോ, കാരണം അവിടെ ജാതിയുടെ ഒരു പ്രശ്നം വരുന്നില്ല. ദേവസ്വം വകുപ്പിൽ എന്തായാലും ഈ മുസ്ലിംസ് അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കൊന്നും എന്താണ് ജോലി കിട്ടില്ല. അതവിടെ മാറ്റി റവന്യൂ വകുപ്പിനെ ദേവസ്വം വകുപ്പിൽ നിന്ന് മാറ്റി. അങ്ങനെ പുതുതായി രൂപീകരിച്ച റവന്യൂ വകുപ്പിൽ എന്ത് ചെയ്യാണ്? അവർണരായ ഹൈന്ദവർക്കും ക്രിസ്തു മതക്കാർക്കും മുസ്ലിം മതവിശ്വാസികൾക്കൊക്കെ നിയമനം നൽകുകയാണ് ചെയ്യുന്നത്. അവർ അങ്ങനെ അർഹമാവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ പൗരസമത്വവാദ പ്രക്ഷോഭത്തിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ, അതൊരു
കണക്കിൽ ഒരു പരിധി വരെ വിജയിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ ഒരു പൗരസമത്വവാദ പ്രക്ഷോഭത്തിൻ്റെ കാലഘട്ടം വരികയാണെങ്കിൽ 1919 മുതൽ 22 വരെയാണ്. അപ്പം 1919 ഇത് തുടങ്ങിയിട്ടുണ്ട്, 22 വരെ ഇത് നീണ്ടു നിന്നു. 19 പൗരാവകാശ ലീഗ് രൂപീകരിച്ചു, 22 എന്താണ് നിവേദനം കൊടുത്തു. അപ്പം ആ ഒരു 2 കാലഘട്ടത്തിൻ്റെ ഇടയിലാണ് ഈ ഒരു പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുന്നത്. ഇനി നമ്മൾ കോട്ടിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ഈ ഒരു പൗരസമത്വവാദ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കോട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ടി കെ മാധവൻ്റെ കോട്ടാണ്. അദ്ദേഹം പറയുന്നത് ലോകം മുഴുവൻ ലാഭമായി കിട്ടിയാലും ആത്മാഭിമാനം നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മളോട് ചോദിക്കുകയാണ്, ലോകം മുഴുവൻ ലാഭമായി കിട്ടിയാലും ആത്മാഭിമാനം നഷ്ടപ്പെട്ടാൽ എന്തു പ്രചോദനം? ടി കെ മാധവൻ എന്തുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കോട്ട് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ പൗരസമത്വവാദ പ്രക്ഷോഭമാണ്. ഇനി നമ്മൾ ഈ പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച പത്രത്തിലേക്ക് വരികയാണെങ്കിൽ അത് സ്വരാഡാണ്. സ്വരാജ് എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ വേറെ പത്രമുണ്ട്, ഇത് സ്വരാഡാണ്. സ്വരാഡ് എന്ന് പറയുന്നത് AK പിള്ളയുടെ പത്രമാണ്. ഇനി നമ്മൾ എക്സ്ട്രാ ഫാക്റ്റിലേക്ക് വരികയാണെങ്കിൽ 1811 എന്താണ് നമ്മുടെ ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായി ദേവസ്വത്തിൻ്റെ ഭരണം സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിക്കുകയുണ്ടായി. ഇതിന് മുമ്പ് എന്താണ് ഈ 1811 മുമ്പ് എന്താണ് ദേവസ്വത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കീഴിലല്ലായിരുന്നു, അവർ വേറെ തന്നെ ഒരു ഡിവിഷനായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവരുടെ ദുർഭരണമൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഈ സർക്കാർ ഈ ഒരു ദേവസ്വം വകുപ്പിനെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഏറ്റെടുത്തിട്ടുള്ള വിളംബരം എന്ന് പറയുന്നത് 1811 ഈ വിളംബരം പുറപ്പെടുവിപ്പിക്കുന്നത് ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. പിന്നീട് നമ്മൾ 1811 പഠിച്ച സ്ഥിതിക്ക് 11 എന്ന് പറയുന്നത് ഈ ഒരു പൗരസമത്വവാദ പ്രക്ഷോഭത്തിൻ്റെ ആ ഒരു ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ആയതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ അതല്ലാതെ ഈ ഒരു ഇയർ പഠിക്കുന്നത് കൊണ്ട് എക്സ്ട്രാ ഒരു ഫാക്റ്റ് എന്ന രീതിയിൽ നമ്മൾ ചട്ടവരിയോല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമസംഹിതയെ പഠിക്കുന്നുണ്ട്. അതായത് തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയായിരുന്നു ഏത്? ചട്ടവരിയോലകൾ. ഇത് എഴുതുന്നത് ജോൺ മൺറോ ആണ്. അത് എഴുതുന്നത് ഏത് ഇയറാണ്? 1811. അപ്പം ഇത്രയാണ് നമ്മൾ പൗരസമത്വവാദ പ്രക്ഷോഭത്തിൽ പഠിക്കുന്നത്.